കാണാൻ പോയ സമയത്ത് അവന് വരുന്നത് കരഞ്ഞോണ്ടാണ്. ഉമ്മ മുടി മുറിച്ചു ഉമ്മാന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞോണ്ട് വരുന്നത്. അത് കണ്ട ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശയും ട്രിം ചെയ്ത് മുറിച്ചു മാറ്റിയത്. മലയാളീസിനെ വില കളയാൻ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തുണ്ടായി മോനിയെന്ന്. അപ്പോഴാണ് മോൻ പറയണത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നത്. അപ്പൊ അവന് കുഴഞ്ഞു വീണു. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല, എന്തൊരു ഡിസിപ്ലിൻ. അവരെ വീണ്ടും അവനവിടുന്ന് കുത്തിപ്പിടിച്ചിട്ടാണ്, പിന്നെ പെരടി പിടിച്ച് കുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഈ താടി മുടി മീശൊക്കെ മുറിക്കുന്നത്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? രാഘവേട്ട LIC എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ, വലിയൊരു തുകയ്ക്ക്. അല്ല, ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല. അപ്പൊ മുറിക്കാൻ പോണ സമയത്ത് മോൻ പറഞ്ഞു എനിക്കിങ്ങനെ ഫിലിമില് ഇതുണ്ട്, പിന്നെ കല്യാണം ഉണ്ട്, അപ്പൊ മുടി മുറിക്കല്ല, അതിന് വേണ്ടി എനിക്ക് ഫോം എഴുതി വെക്കണം, അപേക്ഷ വെക്കണം എന്നാവും മോൻ പറഞ്ഞു. അത് അവര് കേൾക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു എനിക്ക് എന്റെ ഉപ്പാനൊന്ന് വിളിച്ച് വിവരം പറയണം, ഉമ്മാനെ ഇനി കാണിക്കൂല, എന്നെ ഇനി പുറത്തേക്ക് വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭ്രാന്തനാക്കിയിട്ട് ഞങ്ങള് ഇവിടുന്ന് ഇറക്കി വിടുള്ളൂ എന്നുള്ളത്. അത് സത്യത്തിൽ അവരെ ചെയ്യും ചെയ്തു. ഭ്രാന്തനാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അത് മാത്രല്ല, ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് അന്ന് ഭക്ഷണം മോനക്ക് അന്നത്തെ ദിവസം ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല അവര്. കൊഞ്ചം തള്ളുങ്ക സാർ, എന്തൊക്കെ കൊഞ്ചം തള്ളുങ്ക സാർ. ആരാണ് മോനത് ചെയ്തത്? അപ്പൊ പറഞ്ഞേ ഇത് സൂപ്രണ്ടിനും അറിയപ്പ, കാരണം ഞാൻ ചെന്ന അന്ന് തന്നെ ഇത് മുടി വെട്ടാൻ വേണ്ടി അവര് ശ്രമിച്ചു. അപ്പൊ മുടി വെട്ടാൻ വന്നിട്ടുള്ള ആളാരാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മുടി വെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് മുടി വെട്ടിയേക്കാണ്.